നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമ്മൾ ഈ കാണുന്ന പോലെ ഇത്രയും മനോഹരമായ ഈ ഒരു ഹൈ റേഞ്ച് പ്രദേശം ഇടുക്കിയിലെ രാജാക്കാട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പ്രദേശത്ത് ഈ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഒരു ഹോസ്പിറ്റലിൽ ഉള്ളതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഡോക്ടറിന് പറയാമോ? ഇത് ഞാൻ ചോദിക്കാൻ കാരണം ഡോക്ടറുടെ ലൈഫ് കെയർ ഹോസ്പിറ്റലിൽ ഈ ഒരു ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഡോക്ടർ അതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. നമ്മൾ ഹോസ്പിറ്റൽ തുടങ്ങിയത് തന്നെ ആ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ടാണ്. വളരെ മനോഹരമായ സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ ഈ പ്രദേശത്ത് താമസിക്കുന്നവരുണ്ട്. ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാർ ഈ പ്രാന്തപ്രദേശങ്ങളിൽ മാത്രമുണ്ട്. അതുകൂടാതെ ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ്, അറിയാമല്ലോ, പോപ്പുലേഷനുണ്ട്. ഈ മൂന്നാർ ഏരിയയിൽ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തു നിന്നും വരുന്ന ആൾക്കാരുണ്ട്. പല ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, അതർ ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആണല്ലോ ഒരു കൺസേൺ ഉണ്ട്. പലരും ഈ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ലൈഫിലാണല്ലോ ടൂറ് വരുന്നത്. അല്ലാതൊരു ടൂറുണ്ട്, അവർ ഹെൽത്ത് അത്ര ഓറിയൻ്റ് അല്ല. പക്ഷേ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ലൈഫിലുള്ള ഒരു ടൂർ എന്ന് പറയുമ്പം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ കാണും. അവർ മരുന്ന് കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ടൂർ പോകാമോ, ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നാൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ആർ ദേ സേഫ് എന്നുള്ളൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അവരുടെ മനസ്സിൽ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹൈ റേഞ്ച് പോലുള്ള സ്ഥലത്തും എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു അറ്റ്ലീസ്റ്റ് മിനിമം ഫെസിലിറ്റീസ് ടു സേവ് ദ ലൈഫ് എന്നുള്ള ഒരു മീനിങ്. അപ്പം അത് ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതുകൂടാതെ എനിക്ക് പറ്റിയൊരു ഒരു അനുഭവമുണ്ട്. അതായത് ഞാൻ ഒരു വിസിറ്ററാണ് ഈ ഒരു പ്രദേശത്ത് ആയിരുന്ന കാലത്ത്. ഞാൻ ഒരാളെ പെട്ടെന്ന് പരിചയപ്പെടുകയും ആളുമായിട്ട് പരിചയം സമ്പാദിച്ച ശേഷം ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 വീക്സ് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. അത് ഏകദേശം ഒരു 45 ഇയർ ഓൾഡ് പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു അത്. അപ്പോൾ എന്ത് പറ്റി പെട്ടെന്ന് മരിക്കാൻ? അപ്പോൾ പറഞ്ഞ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അപ്പം എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. എനിക്ക് വളരെ ക്യൂരിയസ് ആയിരുന്നു എന്താണ് സംഭവിച്ചത്. അതർവൈസ് എ നോർമൽ മാൻ, വളരെ ഇതായിട്ട് സംസാരിച്ചിരുന്ന വ്യക്തി 2 ആഴ്ച കഴിയുമ്പോൾ കാണാതെ വന്നപ്പോൾ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി വെച്ച് ഞാൻ ചോദിച്ചു എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ വെച്ച് നെഞ്ചുവേദന വന്നു. അദ്ദേഹം തൊട്ടടുത്തൊരു ക്ലിനിക്കിൽ പോയി അവിടെ ECG എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഹാർട്ട് അറ്റാക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് കാർഡിയോളജിസ്റ്റ് ഉള്ള ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ആംബുലൻസ് വളരെ സുലഭമായ രാജ്യം തന്നെയാണ് ശരിക്കും രാജാക്കാട്. ഒരുപാട് ആംബുലൻസ് ഉണ്ട്. അപ്പോൾ ആ ആംബുലൻസിൽ അദ്ദേഹത്തെ കയറ്റിയ ശേഷം അവർ വളരെ സ്പീഡിൽ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, നാട്ടിൻപുറത്തുള്ള, അതായത് എറണാകുളം അല്ലെ കോട്ടയം പോലുള്ള സ്ഥലത്തുള്ള ആംബുലൻസ് ഡ്രൈവർമാരെ കാട്ടിലും വളരെ എക്സ്പേർട്സ് ഡ്രൈവേഴ്സാണ് ഇവർ. ഞാനത് കണ്ടതാണ്. അവർ ഈ ഹൈ റേഞ്ചിൽ ഇത്രയും സ്പീഡിലൊക്കെ വണ്ടിക്ക് പോകാൻ പറ്റുമെന്നുകൂടി എനിക്കറിയില്ല. അപ്പോൾ അതുപോലെ രീതിയിലാണ് അവർ പോകുന്നത്. അവർ സേഫാണ് നമ്മൾ. അപ്പോൾ അത്ര നല്ല ആംബുലൻസ് ഡ്രൈവേഴ്സുള്ള നാടാണ്. അപ്പോൾ അതുപോലൊരു ആംബുലൻസിൽ കയറ്റി വളരെ വേഗം അദ്ദേഹത്തെ ഒരു കാർഡിയക് സെൻറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓൺ ദ വേ ഒരു 1.5 മണിക്കൂറിന് ശേഷം നേര്യമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലം എത്തും. ആ നേര്യമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഹാർട്ട് നിന്നു പോയ ശേഷം ആൾക്ക് പ്രത്യേകിച്ചൊരു ചികിത്സ കൊടുക്കാൻ ആ പ്രദേശത്തുള്ള ഒരു ആശുപത്രിക്കാൻ പറ്റിയില്ല. ആംബുലൻസിനകത്ത് അതിനുള്ള സംവിധാനമില്ലായിരുന്നു. നമുക്ക് ഇന്നറിയാം, ഇന്ന് നമ്മുടെ പല ആംബുലൻസുകളും ICU ആംബുലൻസ് എന്ന് വിളിക്കുന്ന ആംബുലൻസാണ്, D ലെവൽ ആംബുലൻസ് എന്ന് പറയും. അപ്പോൾ അതിനകത്തൊരു സ്റ്റാഫ്, അതായത് പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതുപോലെ എല്ലാ എക്യുപ്മെൻറ്റ്സും ഉണ്ടാവും, വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ടാവും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ജീവൻ നിലനിർത്താൻ പറ്റും. പക്ഷേ ഇദ്ദേഹത്തിന് അതൊന്നും ലഭ്യമാക്കാൻ പറ്റിയില്ല. ഇതൊരു സാധാരണ ആംബുലൻസ് ആയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു 10 മിനിറ്റ്സിനുള്ളിൽ എല്ലാം കഴിച്ചു. ഹി ഡൈഡ് വിത്തൗട്ട് എനി ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്. അതാണ് ഏറ്റവും വലിയ വിഷമം. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അങ്ങനെ ഉണ്ടാകുന്ന ഒരാളിനെ സേഫ് ആക്കിയ ശേഷം, ആളെ സ്റ്റെബിലൈസ് ചെയ്ത ശേഷം നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. 2 hour 3 hour കഴിഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ സേഫായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്, ഒരു കാർഡിയോളജിസ്റ്റ് ഉള്ള ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് ആൻജിയോപ്ലാസ്റ്റിയാണ്, നമുക്കറിയാമല്ലോ ഹാർട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാമെന്നുള്ളൊരു കുഴപ്പമില്ല. ഞാൻ ചിന്തിച്ച് തന്നെ തുടങ്ങിയതാണ്, ആൾക്കാരങ്ങനെ മരിക്കാൻ പാടില്ല. ഞാനൊരു ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും ആൾക്കാരെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. എൻ്റെ പ്രധാന ജോലി അതാണ്. ആൾക്കാരെ മരിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാനത് ചെയ്യും. അങ്ങനെ ചെയ്ത് ഞങ്ങൾ പഠിച്ച് വന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഹെൽപ്ലെസ് ഒരു സിറ്റുവേഷൻ വന്നത് എന്നെ ഭയങ്കരമായിട്ട് ഒരു ടച്ച് ചെയ്തു തന്നെ. അതിനു മുമ്പ് തന്നെ ഇവിടെയുള്ള വളരെയധികം സുഹൃത്തുക്കളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വി നീഡ് ഹോസ്പിറ്റൽ, ഇവിടെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലില്ല. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കത്ര ഇതായിട്ട് തോന്നിയില്ല, ഒരു വലിയൊരു ആവശ്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ ഒരു ഇൻസിഡൻ്റാണ് എനിക്ക് അത് ആവശ്യത്തിലേക്ക് വന്നത്. സോ ഇതൊരു ഉദാഹരണം വെച്ച് ഞാൻ പറഞ്ഞത്. ഇതേപോലെ ഒരുപാട് പേര് ആക്സിഡൻറ്റ്സ്,
ആക്സിഡൻസ് നല്ലപോലെ ഫ്രീക്വൻ്റ് ആണ് ഈ പറയുന്ന മൂന്നാർ ഏരിയയിൽ. പ്രധാനമായിട്ടും ഈ ഹിൽ ഏരിയയിൽ കൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ സമയത്ത് ബ്രേക്ക് ഫെയിലിയർ ഉണ്ടായിട്ടുള്ള ആക്സിഡൻ്റ് ആണ് സാധാരണ ഉണ്ടാവുക. അത് പലപ്പോഴും മാസ് കാഷ്വാലിറ്റീസ് ആണ് വരിക. ബസ് ആക്സിഡൻറ്റ്, മിനി ബസ് അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ അതൊക്കെ ശരിക്കും ചെറിയ ചെറിയ ട്രോമയൊക്കെ വരുമ്പോഴും ന്യൂമോതൊറാക്സ് എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട്. ഈ ന്യൂമോതൊറാക്സ് ഒക്കെ പ്രത്യേകിച്ച് ഒരു വലിയ ഫെസിലിറ്റി ഒന്നും ആവശ്യമില്ല. വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന ചില പ്രൊസീജിയേഴ്സാണ്. പറയുമ്പോൾ അത്ര ലളിതമല്ല, പക്ഷേ വലിയ മെഷീനറീസോ ഒരുപാട് സ്പെഷ്യലിസ്റ്റോ ഒന്നും വേണ്ട. കാർഡിയോളജിസ്റ്റ്, ന്യൂറോ സർജൻ ഇവരൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാ MBBS ഡോക്ടറിന് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അവർക്ക് ചെയ്യാനുള്ള ബേസിക് ഫെസിലിറ്റി വേണം. ആ ഫെസിലിറ്റി വെച്ചിട്ട് ഒരു ഇൻ്റർകോസ്റ്റൽ ഡ്രെയിനേജ് ട്യൂബ് എന്ന് പറയുന്ന ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ഹി സേഫ്. പലപ്പോഴും ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് യങ് ആൾക്കാർക്കായിരിക്കും, മിക്കവാറും ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ യങ് ആൾക്കാർ കുറച്ചുകൂടെ പെട്ടെന്ന് മറ്റസുഖമൊന്നും ഇല്ലാത്ത ഒരു ചെറിയ കാരണം കൊണ്ട് മരിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സ്ഥലത്ത് ഇത്രയും ഹെൽത്തിലും മറ്റെല്ലാ രീതിയിലും മുന്നിൽ നിൽക്കുമ്പോൾ ഈ ഒരു അവസ്ഥ ഒരിക്കലും ഹൈ റേഞ്ചിൽ ഉണ്ടാവരുത്. ഹൈ റേഞ്ച് ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് കേരള. സോ എറണാകുളത്ത് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിലും അവർക്ക് അവിടെ എത്തിച്ചേരണമെങ്കിൽ we need a critical care management. And after stabilizing, we have to shift through proper vehicle with proper support. അതാണ് ക്രിട്ടിക്കൽ കെയറിനെ പറ്റി മൊത്തത്തിൽ പറയാനുള്ളത്. ഓക്കെ ഡോക്ടർ, താങ്ക് യു.